സർജറി വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട വരും. അതാ ഇതിനൊരു ഇതുള്ളതെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് മാത്രമാണെങ്കിലും വന്ന് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞിരുന്നു. ദൈവം അനുഗ്രഹിച്ച് അത് സ്റ്റേബിളാണ്. ഇപ്പോൾ വീണ്ടും റിവ്യൂവിന് പോയപ്പോൾ അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് അങ്ങനെ തന്നെയുണ്ട്. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം, പ്രാർത്ഥിക്കണം. അനിയന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അനിയൻ്റെ കാലും ഒരു വിരലിൻ്റെ സൈഡിലൊരു കുഞ്ഞൊരു ബോൾ വലുപ്പത്തിലൊരു എല്ല് വളരുന്നുണ്ടായിരുന്നു. അത് അമ്മയുടെ തൈലും ഉപ്പും തേനും ഞങ്ങൾ നിത്യം ഉപയോഗിച്ചിരുന്നു. അപ്പം അതിൻ്റെ അത് വലിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ മെൻ്റലി ഡൗൺ ആയിരുന്നു. അപ്പോഴൊക്കെ എന്നെ പിടിച്ചു നിർത്തിയിരുന്നത് ഈ മാതാവാ. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈ ധ്യാനം എടുത്ത് കാണും. അതിൽ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു മനസ്സിനൊരു സമാധാനമാണ്. എന്നെ അത്രത്തോളം പിടിച്ച് എന്ത് വന്നാലും ഞാൻ അപ്പോൾ അതെടുത്ത് കേൾക്കും. എന്നെ അതുകൊണ്ട് കുറേ പിടിച്ചത് ഞാനായാലും എൻ്റെ അമ്മയായാലും അനിയനായാലും എന്നും ഉപയോഗത്തിൽ ആ ഉപ്പും തേനും തൈലവും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ മാപ്രാണം ഭാഗത്ത് അഭയഭവനുണ്ട്. അവിടെ പേഷ്യൻസിനെ ശുശ്രൂഷയ്ക്ക് പോവും. പിന്നെ ഞങ്ങളാൽ പറ്റാവുന്ന പൊതിച്ചോറൊക്കെ 1, 2, 3 കൊടുക്കും. അങ്ങനെ